നമസ്കാരം, ഞാൻ ഡേസൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും SIP ആയിട്ടോ ലംസോ ആയിട്ടോ ഒക്കെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടൈമിലേക്ക് ആയിരിക്കണമെന്നും ഒക്കെ ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പല ആൾക്കാരും തിരിച്ചിങ്ങോട്ട് പറയാറുണ്ട്, ശരിക്കും ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ ഉണ്ടാക്കിയ, വെൽത്ത് ക്രിയേറ്റ് ചെയ്ത, വലിയ നേട്ടമൊക്കെ ഉണ്ടാക്കിയ ആളുകളുടെ റിയൽ സ്റ്റോറീസ് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്ന്. അതുകൊണ്ട് ഇന്ന് അത്തരം ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള റിയൽ സ്റ്റോറീസ് നിങ്ങളുടെയും സ്വന്തം അനുഭവമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കണം, ഇൻവെസ്റ്റഡ് ആയി നിൽക്കണം, ഡിസിപ്ലിനോട് കൂടി മുമ്പോട്ട് പോകണം. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം. ഇതൊരു റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഇവിടെ ചില റിയൽ സ്കീമിനെ പറ്റി പറയുന്നുണ്ട്, ചില ഫണ്ടുകളെ പറ്റി പറയുന്നുണ്ട്. അതൊരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല, അത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് പറയുന്നതാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രൊഫൈലിനും റിസ്ക് പ്രൊഫൈലിനും യോജിച്ച മ്യൂച്വൽ ഫണ്ടുകളിലാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻവെസ്റ്ററുടെ യഥാർത്ഥ പേര് പറയുന്നില്ല, അദ്ദേഹത്തിന്റെ പ്രൈവസിയെ മാനിക്കുന്നു, വേറൊരു പേരാണ് പറയുന്നത്. ഏതാണ്ട് 11 വർഷം, അതായത് 2000 മുതൽ 2011 അവസാനം വരെ ഗൾഫിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് വിനോദ്. 2011 അവസാനം അദ്ദേഹം നാട്ടിൽ സെറ്റിൽഡ് ആകാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം 45 വയസ്സാണ്. ഒരുപാട് സമ്പാദ്യമൊന്നും പ്രവാസ കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. അദ്ദേഹം നാട്ടിൽ വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് കുടുംബ സ്വത്തായിട്ട് കിട്ടിയ ഒരു പ്രോപ്പർട്ടി, ഏതാണ്ട് 1.5 ഏക്കർ സ്ഥലമാണ്. ഇത് തലശ്ശേരി ടൗണിന് അടുത്തായിരുന്നു ഈ ഒരു പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയത് 1,60,00,000 രൂപയാണ്. 2012 മെയ് മാസത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത്. ഈ 1,60,00,000 കിട്ടിയതിൽ കുറച്ച് പണം ഉപയോഗിച്ച് അദ്ദേഹം അത്യാവശ്യം നല്ല ഒരു വീടും സ്ഥലവും വാങ്ങി കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ട് കുറെ പണം അദ്ദേഹം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിച്ചു. എന്തെങ്കിലുമൊക്കെ എമർജൻസി ഒക്കെ ഉണ്ടായാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ബാക്കിയുള്ള 1 കോടിയോളം രൂപ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അഡ്വൈസ് പ്രകാരം ഇദ്ദേഹം മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ 2012 ജൂലൈ മാസത്തിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 2012 ജൂലൈ 20-ാം തീയതി ഇദ്ദേഹം 1 കോടി രൂപ കാനറ റൊബോക്കോ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് റെഗുലർ ഗ്രോത്ത് ഇതിലാണ് അദ്ദേഹം നിക്ഷേപിച്ചത്. ശരിക്കും ഇവിടെ തന്നെ വിനോദിനൊരു പാളിച്ച പറ്റിയിരുന്നു. ശരിക്കും ഇങ്ങനെയുള്ള എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരൊറ്റ ഫണ്ടിലായിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫണ്ടുകളെ ഉൾപ്പെടുത്തി ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് അതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫണ്ടിന്റെ ഒരു യൂണിറ്റിന്റെ വില, അതായത് NAV 23 രൂപ 67 പൈസയായിരുന്നു. 4,22,475 യൂണിറ്റുകളാണ് ലഭിച്ചത്. എന്നിട്ട് തൊട്ടടുത്ത മാസം മുതൽ, അതായത് 2012 ഓഗസ്റ്റ് മുതൽ കൃത്യം 20-ാം തീയതി ഡേറ്റ് വെച്ച് SWP ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാ മാസവും 50,000 രൂപയാണ് പിൻവലിക്കുക. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ 50,000 രൂപ മാസം എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത്യാവശ്യം ആർഭാടത്തോടു കൂടി തന്നെ ജീവിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ SWP സ്റ്റാർട്ട് ചെയ്തു. എല്ലാ വർഷവും വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് 5% വെച്ച് കൂട്ടാൻ വേണ്ടിയും സെറ്റ് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ മന്ത്ലി വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് 52,500 ആയി മാറും. 2 വർഷം കഴിയുമ്പോൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് 55,125. 3 വർഷം കഴിയുമ്പോൾ മന്ത്ലി വിഡ്രോവല് 57,881. 4 വർഷം ആകുമ്പോൾ മന്ത്ലി വിഡ്രോവല് 60,775. അങ്ങനെ പോരുന്ന ഒരു സ്ട്രക്ചർ. അങ്ങനെ ഈ കഴിഞ്ഞ മാസം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂലൈ മാസം വരെ ഇദ്ദേഹം ഈ SWP കണ്ടിന്യൂ ചെയ്തു. ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഇദ്ദേഹം വിഡ്രോ ചെയ്ത എമൗണ്ട് 94,282 രൂപയാണ്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയ എമൗണ്ട് ആണത്, സഫീഷ്യന്റ് ആയിട്ടുള്ള എമൗണ്ട് ആണത്. അപ്പോൾ ഇതുവരെ 168 തവണ ഇദ്ദേഹം പണം പിൻവലിച്ചു. 168 മാസങ്ങൾ, ഈ 2012 മുതൽ 26 വരെയുള്ള സമയം കൊണ്ട്. ഏതാണ്ട് 1,17,59,000 രൂപയാണ് ഇത്രയും സമയം കൊണ്ട് വിഡ്രോ ചെയ്തത്. ഇനിയാണ് ഹൈലൈറ്റ്. ഇനി ശേഷിക്കുന്നത് 1 കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. 1,17,00,000 സംതിങ് വലിച്ചു.
ഇനി ശേഷിക്കുന്നത് അവിടെ 7,24,00,000 രൂപയാണ്. ഇനി ഇത് എത്ര കാലം വേണമെങ്കിലും ഇങ്ങനെ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. വിഡ്രോവല് നന്നായിട്ട് മുമ്പോട്ട് പോകും. എല്ലാ വർഷവും 5% വെച്ച് കൂടി ഇദ്ദേഹത്തിനും കുടുംബത്തിനും നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കോർപ്പസ് നല്ല രീതിയിൽ വളരും. ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ വളരെ വലിയ എമൗണ്ട് ആയിരിക്കും ഉണ്ടാകുക. 10 വർഷം കഴിയുമ്പോഴത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ല, മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. അന്ന് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ വാങ്ങിയത് 4,22,000 സംതിങ് യൂണിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതിൽ കുറേശ്ശെ വിറ്റ് ആണല്ലോ വന്നുകൊണ്ടിരുന്നത്. പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൈവശമുള്ള യൂണിറ്റുകൾ വിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കൈവശമുള്ളത് എത്ര യൂണിറ്റ് ആണെന്ന് പറയട്ടെ. 2,83,251 യൂണിറ്റ്. എന്നാൽ ഒരു യൂണിറ്റിന്റെ ഇന്നത്തെ വില, ഇന്നത്തെ എന്ന് പറയുമ്പോൾ ഇത് ഓഗസ്റ്റ് 5-ാം തീയതിയിലെ കണക്കായി എടുത്തിരിക്കുന്നത്, 255 രൂപയ്ക്ക് മുകളിലാണ് ഒരു യൂണിറ്റിന്റെ വില. അന്ന് NAV എത്ര ഉണ്ടായിരുന്നുള്ളൂ വാങ്ങിയ സമയത്ത്? 23 രൂപ 67 പൈസ. അവിടുന്ന് ഉണ്ടായ ഗ്രോത്ത് ഇത്രത്തോളമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത അന്ന് മുതൽ ഇദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ ശക്തമായിട്ട് മുകളിലോട്ട് പോകുമായിരുന്നെന്ന്. ഒരിക്കലും അല്ല. ഇദ്ദേഹം ഒരുപാട് ക്രൈസിസുകൾ കണ്ടു, ക്രാഷുകൾ കണ്ടു, പല സമയത്തും പാനിക്കായി. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർ വേണ്ട സമയത്ത് ഇടപെട്ടുകൊണ്ട് ഇദ്ദേഹം എന്താണ് വിഡ്രോ ചെയ്യാതെ മുന്നോട്ട് പോയി. അത് ഏറ്റവും നല്ല കാര്യമായിട്ട് ഇദ്ദേഹം കാണുന്നു. ഇദ്ദേഹം ഉണ്ടല്ലോ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചിട്ട് എല്ലാ മാസവും 50,000 വെച്ച് വലിക്കാൻ തുടങ്ങി. ആദ്യത്തെ 2-3 മാസമൊന്നും കുഴപ്പമില്ല കേട്ടോ, വലിക്കുന്നുണ്ടെങ്കിലും ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എമൗണ്ട് 1 കോടിക്ക് മുകളിലുണ്ട് എപ്പോഴും. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ബാക്കിയുള്ള എമൗണ്ട് 95 ലക്ഷത്തോളമായി കുറഞ്ഞു. അദ്ദേഹം ഒന്ന് ഞെട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി ഇട്ടതാ, 6 ലക്ഷത്തോളം പിൻവലിച്ചു, ബാക്കി 95 ഉണ്ട്. എങ്കിൽ പോലും ഇതെങ്ങനെയാകുമെന്നൊരു പേടി. അവിടുന്ന് വീണ്ടും ഒരു 2 മാസം കഴിഞ്ഞപ്പം താഴേക്കാ പോകുന്നത്. 86 ലക്ഷമായി കുറഞ്ഞു ഇദ്ദേഹത്തിന്റെ കോർപ്പസ്. ശരിക്കും നഷ്ടമായി പോയോ എന്ന് തോന്നുന്ന സാഹചര്യമൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അവിടെയും അദ്ദേഹം പിടിച്ചു നിന്നു. ഡിസ്ട്രിബ്യൂട്ടർ നന്നായിട്ട് ഇടപെട്ടു, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, വ്യക്തമായിട്ട് ഗൈഡ് ചെയ്തു ഇദ്ദേഹത്തെ മുമ്പോട്ട് കൊണ്ടുപോയി. ഈ 14 വർഷത്തിനിടയ്ക്ക് ഇദ്ദേഹം പല ക്രൈസിസുകളും കണ്ടു. 2013 രൂപയുടെ മൂല്യം ഇടിഞ്ഞതിനെ തുടർന്ന് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായ ക്രാഷ്, ഇദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ താഴേക്ക് പോയി. 2015-16 കാലത്ത് ചൈനീസ് സ്ലോ ഡൗൺ, അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസിലുണ്ടായിട്ടുള്ള വലിയ ഇടിവ്, ആ സമയത്തും വലിയ ക്രാഷാണ് മാർക്കറ്റിലുണ്ടായത്. തകർച്ച ഇദ്ദേഹം കണ്ടു. 2016 ഡീമോണിറ്റൈസേഷൻ, ഇന്ത്യയിലെ കറൻസികൾ പിൻവലിച്ച ആ ഒരു സമയം, ആ സമയത്ത് മാർക്കറ്റിൽ വലിയ തകർച്ചയുണ്ടായി. അതും ഇദ്ദേഹം കണ്ടു, അനുഭവിച്ചു. 2020 COVID-19, ആ സമയത്തെ ക്രാഷും ഇദ്ദേഹം നേരിട്ട് അനുഭവിച്ചു. 2022 റഷ്യൻ യുക്രൈൻ വാർ, ഇൻഫ്ലേഷൻ, അതുപോലെ പലിശയിലുണ്ടായ മാറ്റം, ഇതൊക്കെ കൊണ്ടായ ക്രൈസിസ്, ഇതൊക്കെ ഇദ്ദേഹം അനുഭവിച്ചു. ഇപ്പോൾ ഈ 2026 നമുക്കറിയാം ഒരു ഗ്ലോബൽ അൺസർട്ടനിറ്റിയാണ് മാർക്കറ്റിലുള്ളത്. അതും അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല മന്ത്ലി കൃത്യമായിട്ടൊരു തുക അദ്ദേഹം വിഡ്രോ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നന്നായിട്ട് മീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഇൻവെസ്റ്റ് ചെയ്യുക, ഇൻവെസ്റ്റഡ് ആയി തുടരുക. ലോങ് ടൈമിലേക്ക് നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും, SIP, ലംസ് ഇൻവെസ്റ്റ്മെന്റ്, SWP, ഇതെല്ലാം ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും പ്രൊഫഷണലായി, ഏറ്റവും ഉത്തരവാദിത്തോടു കൂടി നമ്മളത് ചെയ്തു തരുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് കമന്റ് ബോക്സിലേക്ക് എഴുതിയേക്കുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.